ഹായ് മക്കളെ, നിങ്ങളുടെ സ്വന്തം ലിബാൻ സാറാണ്. +2 അക്കൗണ്ടൻസിയിലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരുപാട് പോർഷൻസ് വേണമെന്ന് ഒരുപാട് കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് പോർഷനാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോസും ഡീറ്റെയിൽ ആയ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഞാൻ വരുന്നുണ്ട് ഈ വരുന്ന ഞായറാഴ്ച കൃത്യം 7 മണിക്ക് എജുപോർട്ട് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ. സോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി വരണം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയതുകൊണ്ട് നമ്മൾ ചെയ്ത് പഠിക്കുന്ന ഒരു കാര്യമില്ല. ഇതെന്ത് ചെയ്യണം, നമ്മൾ പ്രാക്ടിക്കലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് വായിച്ച് പഠിക്കാൻ പറ്റില്ല. അപ്പം അതെന്ത് ചെയ്യും, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ മക്കളെ നിങ്ങൾ മറക്കണ്ട എന്നാണ് ഈ വരുന്ന ഞായറാഴ്ച കൃത്യം 7 മണിക്ക് എജുപോർട്ടിൻ്റെ ചാനലിൽ. സോ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. സോ അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് എന്താണ്, CAS കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള 5 പില്ലേഴ്സ് അല്ലെങ്കിൽ 5 കോമ്പണൻസ് ഏതാണെന്നുള്ളത്. സോ അത് ഏതാണെന്നുള്ളതും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. എന്താ പ്രൊസീജിയർ, ഡാറ്റ, പീപ്പിൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. എന്താ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു സീക്വൻഷ്യൽ സ്റ്റെപ്പ് ഉണ്ടാകും. ആ സ്റ്റെപ്പിനാണ് എന്ത് പറയുന്നത്, നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു ബിസിനസ്സിൽ ഇൻപുട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് അഥവാ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസുകൾ അല്ലേ, ആ ട്രാൻസാക്ഷൻസുകളാണ് ഡാറ്റ എന്ന് പറയുക. ഈ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിനൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആക്കി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. സോ അത് ഡാറ്റ വേണം. ദെൻ പീപ്പിൾ, ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് യൂസ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ പ്രവർത്തിക്കാൻ വേണ്ടി പീപ്പിൾ വേണം. ദെൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. എന്താ ഹാർഡ്വെയർ, നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ മോണിറ്റർ, ദെൻ കീബോർഡ്, UPS, ലാപ്ടോപ്പ്, ഇതൊക്കെയാണ് ഹാർഡ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിനുള്ളിലുള്ള ഓരോ ടെക്നിക്കൽ സോഫ്റ്റ്വെയർസുകൾ ഉണ്ടല്ലോ, അഥവാ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗെയിം കളിക്കാൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ദെൻ വാട്സപ്പ് ഒരു സോഫ്റ്റ്വെയർ ആണ്. ടാലി, എക്സൽ, ലിബറെ ഓഫീസ്, കാൽക്ക്, ദെൻ MS ആക്സസ്, ഇതൊക്കെ എന്താ ഓരോ സോഫ്റ്റ്വെയർസാണ്. സോ അതാണ് ഈ പറയപ്പെട്ട 5 ഐറ്റംസുകൾ എന്ന് പറയുന്നത്. ദെൻ പോയിന്റ് ഓഫ് എനി 4 സബ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം. അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ 4 സബ് സിസ്റ്റം, ഒരുപാട് സബ് സിസ്റ്റംസ് ഉണ്ട്. അതിൽ 4 ചോദിച്ചിട്ടുള്ളത്. ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം ഉണ്ട്, അഥവാ ക്യാഷും ബാങ്കിലെയും പേയ്മെൻറ്റ്സും റെസിപ്റ്റ്സും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം ഉള്ളത്. ഇൻവെൻട്രി സബ് സിസ്റ്റം, ഇൻവെൻട്രിയുടെ സ്റ്റോക്ക് കാൽക്കുലേഷൻസ്, ഇൻവെൻട്രി എത്ര വന്നു എത്ര പോയി തുടങ്ങിയ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെൻട്രി സബ് സിസ്റ്റം ഉള്ളത്. സെയിൽസും നമ്മൾ നടന്ന സെയിൽസുകളും ക്രെഡിറ്റ് സെയിൽസിലുള്ള റിസീവബിൾസ്, എപ്പോഴാണ് ആ റിസീവബിൾസ് കിട്ടുക, ഇനി എത്ര ആൾക്കാർ തരാണ്ട്, എത്ര ബാഡ് അപ്റ്റ് ആയിട്ട് തുടങ്ങിയ കാര്യങ്ങൾ അക്കൗണ്ട് ചെയ്യാനും മാനേജ് ചെയ്യാനുമാണ് സെയിൽസ് ആൻഡ് അക്കൗണ്ട് റിസീവബിൾസ്. പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേബിൾ ഉണ്ട്, പേറോൾ സബ് സിസ്റ്റം ഉണ്ട്, ദെൻ ഫിക്സഡ് അസറ്റ്, ഓഡിറ്റിംഗ്, ഇൻകം ടാക്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സബ് സിസ്റ്റംസ് ഉണ്ട്. സോ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും. ദെൻ മെൻഷൻ ദ നെയിം ഓഫ് 3 കോഡിംഗ് മെത്തേഡ്. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ കോഡിംഗ് ചെയ്യും, അഥവാ നമ്മുടെ ഡാറ്റാസ് മീൻസ് അക്കൗണ്ടുകൾ, നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സുകൾ ഉണ്ടല്ലോ, ഈ ലെഡ്ജർ അക്കൗണ്ട്സ് ഓരോ കോഡുകൾ കൊടുക്കും. അങ്ങനെ കോഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സിൽ നമുക്ക് കോഡ് കൊടുക്കാൻ പറ്റും. സോ അതിലാണ് 3 കോഡിംഗ് മെത്തേഡ്സ്. ഒന്നെന്താ മക്കളെ, ഒന്ന് സീക്വൻഷ്യൽ കോഡ്, 1 2 3 4 അങ്ങനെ ഒരു സീക്വൻസ് അല്ലെ, അങ്ങനെ ഒരു ഓർഡറിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് സീക്വൻഷ്യൽ കൊണ്ടാണ് 001 002. ഇനിയിപ്പോൾ അത് നമ്പർ തന്നെ ആവണമെന്നില്ല, ആൽഫബറ്റ് ആയാലും മതി, ABCDEF. സോ അങ്ങനെ ഒരു ഓർഡറിലാണെങ്കിൽ എന്തായിരിക്കും, സീക്വൻഷ്യൽ കോഡാണ്. നെക്സ്റ്റ് ബ്ലോക്ക് കോഡ്. ബ്ലോക്ക് കോഡ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു റേഞ്ച് നമ്മളൊരു കോഡാക്കി മാറ്റാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ 100 മുതൽ 199 വരെ സോപ്പിൻ്റെ വിവിധ ഐറ്റംസുകൾ, 200 മുതൽ 250 വരെ പൗഡറിൻ്റെ ഡിഫറെൻറ്റ് ഐറ്റംസുകൾ. അപ്പം ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ഓരോ സ്റ്റോക്ക് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റൂലേ, അതേപോലെ നമുക്ക് കമ്പ്യൂട്ടറിൽ എങ്ങനെ ബ്ലോക്ക് കോഡ് കൊടുക്കാൻ പറ്റും. ദെൻ നെമോണിക് കോഡ്, ഒരു ഷോർട്ട് ഫോം ആക്കാമെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തെ TVM എന്നോ, കാലിക്കറ്റിൻ്റെ CLT എന്നോ, തൃശ്ശൂരിൻ്റെ TSR എന്നോ, ട്രിവാൻഡ്രത്തെ TM, അങ്ങനെ ഷോർട്ടാക്കി ഒരു വലിയ പേരിനെ അബ്രിവിയേഷൻസ് ആക്കി ചുരുക്കുകയാണെങ്കിൽ അതിനാണെന്ന് പറയുന്നത് നെമോണിക് കോഡ് എന്ന് പറയുന്നത്. ഈ ഒരു കോഡ് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് വരുന്ന ഒരു പോർഷൻസ് കാണട്ടോ. നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സുകൾ പറയാൻ വേണ്ടിയിട്ട് അല്ലേ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്തൊക്കെ, ഒന്ന് പാസ്വേഡ് ആണ്, 2 ഡാറ്റ വോൾട്ട് ആണ്, ഡാറ്റ ഓഡിറ്റ് ആണ്. എന്താ പാസ്വേഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഡാറ്റയിലേക്കുള്ള ആക്സസ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ മൊബൈൽ ഫോണിൽ ആരും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു പാസ്വേഡ് വെക്കും. സോ ആ പാസ്വേഡ് അറിയുന്നവർക്ക് മാത്രമേ അതിലേക്ക് ആക്സസ് ഉണ്ടാവുള്ളൂ, അറിയാത്ത ആൾക്കാർക്ക് ആ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യില്ല, ആക്സസ് ഉണ്ടാവില്ല. സോ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഹഡിൽ വെക്കുന്നുണ്ടെങ്കിൽ അതിനാണെന്ന് പറയാം പാസ്വേഡ് എന്ന് പറയാം. പാസ്വേഡ് ഈസ് എ കീവേഡ് യൂസ്ഡ് ബൈ ആൻ ഓതറൈസ്ഡ് പേഴ്സൺ ടു ഗെറ്റ് ആക്സസ് ടു എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടില്ലേ, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കീവേഡിനാണ് പാസ്വേഡ് എന്ന് പറയുന്നത്. രണ്ടാമത് ഡാറ്റ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു ഡാറ്റ ഒരുപാട് ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ്സിൽ ഒരുപാട് അക്കൗണ്ടന്റുമാരുണ്ടാവും. എല്ലാ അക്കൗണ്ടന്റുമാരും ഒരു ഡാറ്റയിലല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ഡാറ്റ ഓഡിറ്റ് വേണം, ആരാണ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ ഒരാൾ മിസ്റ്റേക്ക് വരുത്തി, അപ്പോൾ അയാൾ പറയും ഞാനല്ലത് വരുത്തിയെന്ന്, അങ്ങനെ പറയാൻ സാധ്യതയില്ലേ. അപ്പം ഓരോ ആൾ എന്ത് പ്രവർത്തി ചെയ്തെന്ന് അറിയണ്ടേ. അപ്പം ഓരോ ഡാറ്റയിലും എന്തൊക്കെ എഡിറ്റ്, ആരൊക്കെ വരുത്തിയെന്ന് എന്ത് ചെയ്യും, കറക്റ്റ് അറിയാൻ പറ്റും.
അതാണ് ഡാറ്റ ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡാറ്റ വോൾട്ട്. ഡാറ്റ വോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്യുന്ന അത് മറ്റൊരു കോഡ് ഭാഷയിൽ മാറ്റും. എന്താണ് ഡിസ്ക്രിപ്റ്റ് ചെയ്യും, സാധാ ഭാഷയിലേക്ക് മാറ്റും. അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും, ആർക്കും അത് വായിക്കാൻ പറ്റുന്നതായിരിക്കില്ല. സോ അതാണ് എന്ന് പറയുന്നത് ഡാറ്റ വോൾട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് ചില ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഫീച്ചേഴ്സ് ഡീമെറിറ്റ്സ് മെറിറ്റ്സ് ഒക്കെ സാധാരണ 2-3 മാർക്കിനായിട്ട് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കുക. എന്തൊക്കെയാണ് മക്കളെ? സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് ഏത് ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. വളരെ ഈസി മെത്തഡാണ്, വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മുടെ വർക്കൊക്കെ വളരെ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ദെൻ കോംപ്രഹെൻസീവ് നേച്ചർ, അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്കിതിൽ ചെയ്യാൻ പറ്റും. വേരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡേ ബുക്കുകൾ, വൗച്ചറുകൾ, നമ്മൾ ചെയ്യുന്ന ജേണലും ലെഡ്ജറും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് സബ് ജേണൽസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പല കോംപ്രഹെൻസീവ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അക്യുറസി വളരെ കറക്റ്റ് ആയിരിക്കും. നമ്മൾ ഉറപ്പാണ്, നിങ്ങൾ ലെഡ്ജർ അക്കൗണ്ട് +1 ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് മിസ്റ്റേക്ക്, ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ എത്ര മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്, കമ്പ്യൂട്ടറിലൊന്നും വരില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ കറക്റ്റ് ആയിരിക്കും. അതാണ് അക്യുറേറ്റ് ആയിരിക്കും. സ്പീഡ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന പോലെ ടൈം എടുക്കുന്ന പണിയൊന്നും ഉണ്ടാവില്ല. ദെൻ ലൈവ് അപ്ഡേഷൻസ് ആൻഡ് ജനറേഷൻ ഓഫ് റിപ്പോർട്ട്. നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മൊത്തത്തിലുള്ള ക്യാഷ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടും. പക്ഷേ ആ സമയത്ത് നമ്മൾ പ്രിപ്പയർ ആണെങ്കിൽ എത്ര സമയം എടുക്കും? സോ അതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് വളരെ കുറഞ്ഞ പോർഷൻസ് മാത്രമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസിന് വേണ്ടിയിട്ട് ഈ വരുന്ന ഞായറാഴ്ച കൃത്യം 7 മണിക്ക് ജൂബോർഡ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടി എന്ത് ചെയ്യുക, വരും കേട്ടോ. അപ്പോൾ അവിടെ കാണാം. ബൈ.